വീഡിയോ പറഞ്ഞത് ലോഡഡ് ഫ്രൈസിൻ്റെ വീഡിയോയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കാനെന്ന് ഓർത്ത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചത്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി. കുറച്ച് കളർ വ്യത്യാസം കാരണം വീഡിയോയിൽ നല്ല പോലെ കാണുന്നില്ല കേട്ടോ. വേറെ ഏത് കളർ ബ്രൗൺ അധികം ഇല്ല, നല്ല കളർ. നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി ഫ്രൈസ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയല്ല കേട്ടോ, നമുക്ക് പീസാക്കണം. അപ്പോൾ ഇതാ കുറച്ച് വടിയുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിക്കണ മസാല പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി, സോയാ സോസ്, ഒരു മുട്ട. ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ മാഗ്നേഷൻ. അപ്പോൾ നമുക്ക് ഇത് എല്ലാതും റെഡി ആയിട്ട് കാണാം. റെഡി ആയിട്ടോ. അപ്പോൾ ഇതാ ഇവിടെ കെച്ചപ്പ്, മയോണൈസ്. ഇത് കെച്ചപ്പും മയോണൈസും കൂടി ഇട്ട് മിക്സ് ചെയ്ത ഒരു സോസാണ്. ഇത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് എന്തൊരു ജാതി കളർ ഗൈസ്. വീഡിയോയിൽ നല്ല കളറാണ് കേട്ടോ. ചിക്കൻ നമ്മൾ പീസാക്കി. അപ്പോൾ ഇതിൽ ഉണ്ടാക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് സോസ് വൈറ്റ് സോസ് എന്ന് തന്നെ പറയാമെന്ന്. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് മെയിനായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ബട്ടർ, ചീസ്, പിന്നെ മൈദ, ഇതാ പിന്നെ പാല്, മിൽക്ക്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കൽ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് കത്തിക്കണം. കത്തിക്കുക ഗൈസ്. നമ്മൾ ബട്ടർ ആണ്. അപ്പോൾ ബട്ടർ എടുക്കാം. അതിൻ്റെ മുന്നൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ സ്റ്റൗവ് കത്തിച്ചു ഗൈസ്. വലിയ കാര്യമൊന്നും പറയരുതായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ബട്ടർ എടുക്കാം. ബട്ടർ കയറാതെ കിട്ടുന്നില്ല. നമ്മൾ മിൽക്ക് മിസ്റ്റിൻ്റെ കുക്കിംഗ് ബട്ടർ അൺസോൾട്ടഡ് ആണ് വാങ്ങിച്ചിരിക്കണേ. ഫിഷ് വയ്ക്കാറുണ്ട്. ബട്ടർ എല്ലാവർക്കും അറിയാമെന്ന് കത്തി എടുക്കണം. നല്ല കത്തി. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റവ് കുറച്ചിടും. നമുക്കൊന്ന് ബട്ടർ കട്ട് ചെയ്യും. ഇത് മതിയാവോ ബട്ടർ? ഒരു കുഞ്ഞത് നമുക്ക് കട്ട് ചെയ്യാം. അടുത്ത സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ കിട്ടാം. അപ്പോൾ നമുക്ക് ബട്ടർ ഇതിലേക്ക് ഇടാം. ബട്ടർ ഇട്ടു. ഇതിന് മിനിറ്റാണ്. പിന്നെ ഇത് എടുത്തുകൊണ്ട് അത് ഞാൻ ഇട്ടുകൊടുത്തു. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ആവാനാണ്. നമുക്ക് ഇത് മെൽറ്റായിട്ട് കാണാം ഗൈസ്. ഞാനൊരുത്തുണ്ടം കൂടി ഇതിട്ടു. നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്യാം. മൈദ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ, ഒന്നല്ല 1.5 ടേബിൾ സ്പൂൺ ഇട്ട്, 1.5 2 2 ടേബിൾ സ്പൂൺ ഇട്ടു. എന്നിട്ട് നമുക്കിതൊന്ന് ഇതിലൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇതിലൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഗൈസ് ഇതാക്കിയുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതിൽ പാല് വയ്ക്കണം. ഗൈസ് ഇങ്ങനെ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇത് പാല് വയ്ക്കുമ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കണം. അത് കാരണമാണ് ഞാൻ വീഡിയോ അവിടെ വെച്ച്. അയ്യോ പാല് പോയി ഗൈസ്. പാല് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കും. വീണ്ടും പോയി ഗൈസ്. സൈഡിൽ കൂടെ വേണം നന്നായിട്ട് ആക്കി കൊടുക്കാം. ഇത് കൈയിടാതെ കൊണ്ടിരിക്കണം. പെട്ടെന്ന് തിക്കാവും.
നമുക്ക് ഇത് ഉണ്ടാക്കി പറഞ്ഞാലൊക്കെ കണ്ട ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആ സാധനത്തിന് എന്താ പറയുക നിൽക്കുക ഇങ്ങനത്തെ ഒരു ഇതിൽ വരുന്ന തിക്നെസ്സിൽ കണ്ട നല്ല ക്രീമി ആയിട്ട് ഇത് നമ്മൾ പാൽ വയ്ക്കും തോറും കുറുകി വരും. ഇനി ഒന്നും ആവാണ്ട് തോന്നുന്നു ഒക്കെ ആക്കിയിട്ട് തരാം. ഗൈസ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ് മുട്ടി ഗൈസ് കുറച്ചിടണുള്ളൂ കേട്ടോ, ഇവിടെ അധികം എരിവ് പറ്റില്ല. നമുക്ക് ഇളക്കിക്കൊണ്ട് പ്രസാദമായിട്ട് വരുന്നുണ്ട്. കുറച്ച് തിക്നെസ്സൊക്കെ വരുമെങ്കിലും നമ്മളത് കയറി വെക്കാൻ പാടില്ല, തളരാൻ പാടില്ല. നന്നായിട്ട് നടിന്നൊക്കെ എടുക്കണം. ഇതിലേക്ക് കുറച്ച് പെപ്പർ ചേർക്കാം. എരിവ് അധികം പറ്റില്ല പറഞ്ഞത് എന്താ ഇക്ക് പറ്റൂട്ടോ എരിവ്, അവിടെ എരിവ് കൂട്ടണമെന്നാണ്. വീട്ടുകാർ എരിവിന് അധികം ഇഷ്ടം ആൾക്കാരാണ്. ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടി ലാസ്റ്റത്തെ ട്രിപ്പ് പാലിൽ ഒഴിച്ച് വെക്കാം. ഈ ലാസ്റ്റത്തെ ട്രിപ്പ് പാല് പറയുകയാണെങ്കിൽ ആകത്തിലുണ്ട് അതൊഴിച്ച് കൊടുത്താൽ നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ചീസ് സ്ലൈസ് ഇടണം. നമുക്ക് ചീസ് സ്ലൈസ് ഇടണ്ടേ, കറോടായി വരുന്നുണ്ട്. ചീസ് സ്ലൈസ് ഇടണം. അതിനോട് വെക്കട്ടെ കേട്ടോ, പാലടങ്ങിയതാണ് പേടിക്കേണ്ട. ചെറിയ ക്ലിയർ കുറവുണ്ടാവും അറിയാം, ഇത് പൊട്ടിക്കാം. കൊണ്ട് മീൻ വട്ടം പൊട്ടിക്കുകയാണ് എടുക്കാം. പെട്ടെന്ന് കുറുകി വരാം പ്രശ്നം, പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒരു ചീസ് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഒരു പാക്കറ്റൊക്കെ ഇടാം, ഇത്ര ഇഷ്ടമാണെങ്കിൽ. പിന്നെ മൊസറല്ലയാണ് കേട്ടോ നല്ലത്, അത് നല്ല ചീസി നന്നായിട്ട് വലിയ വരും. അപ്പോൾ അത് നല്ലതാണ്, ഇടുന്നതായി അതെ. നമുക്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ആ സോസ് വൈറ്റ് സോസ് റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കേസ് അപ്പോൾ നമ്മൾ ചീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ചീസ് ഇട്ട് കണ്ട കുഴപ്പമില്ലാത്തൊരു ഇതായതുകൊണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് ഞാനിവിടെ വെക്കുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ വെച്ച് കാണാൻ പറ്റുന്നോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഏറ്റവും അടിയിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. എന്തൊക്കെ കുതി കടിക്കേണ്ടി കിട്ടാം. പിന്നെ നമുക്ക് ചിക്കൻ കുറച്ചുകൂടെ കുറച്ച് തോന്നിടണ്ടേ, ചിക്കൻ കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ചിക്കൻ ഇഷ്ടമില്ലാത്ത ആരുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും വേണ്ട. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ എല്ലാ സോസും ഇത്തിരി വയ്ക്കാം. ഫസ്റ്റ് നമുക്ക് മയോണൈസ് വയ്ക്കാം. മയോണൈസ് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് വയ്ക്കാം. ഏറ്റവും ആദ്യത്തെ ലെയറിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് വയ്ക്കാം. പിന്നെ നമ്മുടെ സോസ് ഇതിലേക്ക് വരുമ്പോൾ പ്രത്യേക തരം ഒരു ഫ്ലേവറിങ്ങാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സോസ് ഇത് ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടു, ഞാൻ ഉണ്ടാക്കിയത്. ഞാനൊരു വട്ടം വേറെ സാധനം പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, മൊത്തം ഫ്ലോപ്പായത് കാരണം ഞാനിടാതെ അതിലുണ്ടാക്കിയ പിന്നെ നമ്മളുണ്ടാക്കിയ നമ്മുടെ ചീസ് സോസ് ഞാനൊരു ഇതിൽ ആണെങ്കിൽ നമുക്ക് ഒന്ന് കൂടെ അതാക്കിയിട്ടൊന്ന് സ്പ്രെഡ് നല്ല തിക്കായി കാരണം കുറച്ച് ക്ഷീണം വരുന്നത് നന്നായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യും. ഗൈസ് പണിപാളി 1 മിനിറ്റ് കേട്ടോ ഗൈസ് മൂഞ്ചി ഇവിടെ പൈപ്പിംഗ് ബാഗ് പൊട്ടിയിരിക്കുന്നു. പ്രശ്നമില്ല, അതിൽ ഇത്തിരിയുണ്ട് മതി. നമ്മൾ ആദ്യം ആ സോസ് അപ്ലൈ ചെയ്തു. സെക്കൻഡ് ലെയർ
ഇതിൽ കൊള്ളണം കൊള്ളിക്കണം. അങ്ങോട്ട് മൊത്തം ഇട്ടെടുക്കുകയാണ് സെക്കൻഡ് ലെയറിൽ. ഇത്തിരി ഉണ്ടാക്കിയാൽ മതി, കുഴപ്പമില്ല. പ്ലെയിന് ചിക്കൻ ഇത് എത്ര കിട്ടിയാലും കുഴപ്പമില്ല, എത്ര കിട്ടിയാലും നമ്മൾ ഇടും. സ്ഥലം ഉണ്ടാക്കിയിട്ടിടും. മയോണൈസ് മൊത്തം വയ്ക്കും, മൊത്തം മറ്റേ നമ്മൾ വൈറ്റ് സോസിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടാ. എന്നോട് വാങ്ങിച്ചിട്ട് ഒറിഗാനൊക്കെ ആയിരുന്നു നമ്മളിപ്പോൾ ഇത് ഇടാൻ എല്ലാത്തിനൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഉണ്ടായി ആ ഒറിഗാനോ തപ്പുമ്പോൾ ലാസ്റ്റ് വീഡിയോ അതായത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കാണാമല്ലോ ഒറിഗാനോ. അപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് സോസിലേക്ക് ഒറിഗാനോ, പെപ്പർ, പിന്നെ ചില്ലി ഫ്ലേക്സ് ഇത് ഇടാട്ടോ. നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിക്സ് സോസ് ഒഴിക്കും. മിക്സ് ആയിട്ടുള്ള സോസ് കുറച്ച് തോനുണ്ട്. നമുക്ക് ഉള്ളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം, കുറച്ച് ഉള്ളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. സംഭവം മയോണൈസ് ഇത് ആദ്യം അപ്ലൈ ചെയ്യണം. അതിൻ്റെ മുകളിലൂടെ ഇതിൽ മയോണൈസ് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയാൽ മതി. പൊട്ടിയിട്ടത് ഭയങ്കരമായിട്ട് പൊട്ടിക്കാൻ എന്താണ് ഫോൾസ് കൊടുത്തതാണ്. മെല്ലെ മെല്ലെ സൈഡിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. ലാസ്റ്റത്തെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിച്ചു. നമ്മുടെ ലോഡ് ഓഫ് ഫ്രൈസ് തയ്യാറ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ചീസ് വിട്ടു കിട്ടാം. അപ്പോൾ രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഒരു അനീതി, ഇതിൻ്റെ ഒരു അനീതി. അപ്പോൾ ടേസ്റ്റ് ചെയ്യും. എന്താണ് തിന്നണില്ലേ? തിന്നോ കള്ളയിൽ മുത്തേ, ഞാൻ തിന്നോ കേട്ടോ. തിന്നോ നല്ല ടേസ്റ്റ്. ഉമ്മാടെ വിളിച്ചിക്കാണ്, അപ്പം ഉമ്മക്ക് കൊടുക്കാം. എനിക്ക് എന്ത് ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്ത് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്തോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ബാക്കി പറയേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ. ടാറ്റ ബൈ ബൈ.